ഏറ്റവും വൃത്തികെട്ട ഒരു കൗതുക കാഴ്ചയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിലെ അങ്കണത്തിലെ സെപ്റ്റിക് ടാങ്ക് തുറന്നു വെച്ചത്. അത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കൗതുക കാഴ്ച ഒരുക്കിയതെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഈ കൗതുക കാഴ്ച ഒരുക്കിയതെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. കോഴിക്കോടിലെ ജനങ്ങൾക്ക് തല താഴ്ത്തി പോകേണ്ട ഒരു ഗതികേടാണ്. ശരി, അങ്ങനെ മറുപടി പറയണ്ട. എനിക്കിത് അദ്ദേഹം വളരെ ആത്മാർത്ഥമായി ചോദിച്ചാണെങ്കിലും തമാശയാണ് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നവർ ഉദ്ദേശിച്ചത്, നിങ്ങളല്ല. നബിയുടെ സഹസുഹൃത്തായിട്ടുള്ള റിനീഷാണ് വീഡിയോ പറയുന്ന വിഷയമല്ലേ അല്ലേ? ആ വിഷയമാണ്. അദ്ദേഹം മറുപടി പറഞ്ഞു. സംശയം തീർത്ത് ചുരുക്കി പറയുന്നു. കോഴിക്കോട് കോർപ്പറേഷനിൽ 10-20 കൊല്ലം മുന്നേ ഒരു സെപ്റ്റിക്, അവിടുത്തെ പഴയ കെട്ടിടത്തോടുള്ള ചേർന്നുള്ളൊരു സെപ്റ്റിക് ടാങ്ക് ബ്ലോക്കായി. അത് ഓവർഫ്ലോ ചെയ്തു. അത് ക്ലീൻ ചെയ്യുന്ന ഈ ഇരിക്കുന്ന ആളുകളെ വീട്ടിലൊക്കെ, ഈ രാഷ്ട്രീയക്കാരും മറ്റുള്ള ആളുകളെ വീട്ടിലൊക്കെ ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഉടനെ വീഡിയോ എടുത്തു. അങ്ങനെ നാട്ടിൽ പ്രചരിപ്പിക്കുക എന്നുള്ളൊരു പുതിയ കാലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഇദ്ദേഹത്തെ പോലുള്ള പൗരന്മാരിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ആശയമുണ്ട്. അതിൽ നിന്നാണ് നിഷ്കളങ്കമായ ചോദ്യം. സ്വാഭാവികമായ ഒരു സംഭവം, ഒരു സെപ്റ്റിക് ടാങ്കിനകത്ത് വളരെ കാലം മുന്നേ നിർമ്മിച്ച ഒരു പഴയ ടാങ്കിനകത്ത് ഉണ്ടായ ബ്ലോക്ക് എടുത്ത് ഒഴിവാക്കി അത് നവീകരിക്കാനാണ് 22 കോടി ചെലവഴിച്ചത്. അയ്യോ ഈ ചർച്ച നിർത്തിവെച്ച ഉടനെ PM നിയാസ് സന്നദ്ധമാണെങ്കിൽ നവ്യ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി നടന്ന സെപ്റ്റിക് ടാങ്ക് ആണ് എന്ന് മാധ്യമ സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ നമുക്ക് പരിശോധിക്കാം. ഞാൻ പറയട്ടെ ഇവിടെ അവിടെ ഉണ്ടായ ക്യാൻറ്റീനോട് ചേർന്നുള്ള പഴയ ടാങ്ക് ബ്ലോക്കായി. ഇതാണോ നമ്മുടെ നഗരത്തിലെ, ഈ കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ്? എന്ത് അല്ല ഞാൻ പറയട്ടെ